ഏഴാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സാമൂഹ്യപാഠം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും വീട്ടിൽ സുരക്ഷിതരാണല്ലോ അല്ലേ? സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന രണ്ടാമത്തെ പാഠഭാഗത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? കച്ചവടത്തിനായി നിരവധി യൂറോപ്യൻകാർ ഇന്ത്യയിലെത്തി. അവരാരൊക്കെയായിരുന്നു? ആദ്യം എത്തിയത് ആരാണ്? ഒന്ന് പറഞ്ഞു നോക്കൂ. യെസ്, ആദ്യം എത്തിയത് പോർട്ടുഗീസുകാരായിരുന്നു. അപ്പോൾ പോർട്ടുഗീസുകാരുടെ വരവ് നമ്മൾ ആരുമായി ബന്ധപ്പെടുത്തി പറയുന്നു? വാസ്കോഡ ഗാമയുമായി ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞത് അല്ലേ? 1498 വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തി. എവിടെയാണ്? നമ്മുടെ കേരളത്തിലാ. ഏതാ സ്ഥലം? കാപ്പാട്. അതേ തുടർന്ന് ആരാ വന്നത്? യെസ്, അതേ തുടർന്ന് വന്നത് ഡച്ചുകാർ ആയിരുന്നു. ഒന്ന് ഡച്ചുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോഴേ നമ്മൾ പ്രധാന ഒരു വലിയൊരു കാര്യം പറഞ്ഞിരുന്നു. ഏതാ? അതായത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഔഷധസസ്യങ്ങളെ കുറിച്ചുള്ള സമ്പൂർണമായൊരു ഗ്രന്ഥം. എന്താ പ്രത്യേകത? മലബാറിലെ ഔഷധസസ്യങ്ങളെ കുറിച്ച് ഡച്ച് ഗവർണറായ അഡ്മിറൽ വാൻഡ്രീന്റെ നേതൃത്വത്തിൽ ഡച്ച് തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ നിന്ന് പുറത്തിറക്കിയ സമഗ്രമായ ഒരു പുസ്തകമായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ്. അവിടെ വേറൊരു കാര്യം പ്രധാനമാണ്. എന്താണ്? 1741 കുളച്ചൽ യുദ്ധം. ആരുമായിട്ടാ? യെസ്, കുളച്ചൽ ബാറ്റിൽ വാസ് ഫോട്ട് ബിറ്റ്വീൻ ദ ഡച്ച് ആൻഡ് മാർത്താണ്ഡവർമ്മ. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ എല്ലാം. തുടർന്ന് ഇന്ത്യയിൽ കച്ചവടത്തിനെത്തിയത് ഫ്രഞ്ചുകാരായിരുന്നു. 1664 ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നു. അവരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് ഓർമ്മിച്ച് നോക്കൂ. യെസ്, ഏതായിരുന്നു? മാഹി, കാരക്കൽ, പോണ്ടിച്ചേരി തുടങ്ങിയ പ്രദേശങ്ങൾ. എന്നാൽ ഈ ഫ്രഞ്ചുകാർക്ക് ഇംഗ്ലീഷുകാരുമായി ചില മത്സരങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നു. അതിന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ്, കർണാട്ടിക് വാർസ് എന്നാണ്. ഇതിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെടുകയും ഇംഗ്ലീഷുകാർ വിജയിക്കുകയും ചെയ്തു. ഇംഗ്ലീഷുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രം ബംഗാൾ ആയിരുന്നു. ബംഗാൾ കൈയടക്കുന്നത് രണ്ട് പ്രധാന യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ്. ഏതൊക്കെയാണെന്ന് അറിയാലോ? ഓർത്തു നോക്കൂ. യെസ്, ഒന്നാമതായി ബാറ്റിൽ ഓഫ് പ്ലാസി. ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ ദ ഇയർ 1757 അല്ലെ? എന്താ അതിന്റെ പ്രത്യേകത? ബാറ്റിൽ ഓഫ് പ്ലാസിയോടുകൂടി, പ്ലാസി യുദ്ധത്തോടുകൂടി ബ്രിട്ടീഷുകാർക്ക് ബംഗാളിൽ ആധിപത്യം ഉറപ്പിക്കാൻ സാധിച്ചു. അടുത്തത് രണ്ടാമത്തെ യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ബക്സാർ, 1764. ബാറ്റിൽ ഓഫ് ബക്സാർ ഇൻ 1764. എന്തായിരുന്നു അതിന്റെ ഇമ്പോർട്ടൻസ്? യെസ്, ബംഗാളിൽ അധികാരം സുസ്ഥിരമാക്കാൻ ആർക്ക് സാധിച്ചു? ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് അല്ലേ? ഓർമ്മയുണ്ടല്ലോ? രണ്ടാമത്തെ യൂണിറ്റിന്റെ നമുക്ക് ബാക്കി ഭാഗം കൂടെ നോക്കാം. അതായത് നിങ്ങൾ മോണിറ്റർ നോക്കൂ. 2 പേരുടെ ചിത്രങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അറിയോ ആരൊക്കെയാണെന്ന്? സാർ ഒരു ക്ലൂ തരാം. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പോരാടിയ 2 പ്രമുഖ വ്യക്തികളുടെ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആരൊക്കെയാണ്? അറിയില്ല അല്ലേ? യെസ്, ഒരുപാട് പഴക്കമുള്ള ആൾക്കാരാണ്. ഹൈദർ അലിയും ടിപ്പു സുൽത്താനും. ഹൈദർ അലി, ടിപ്പു സുൽത്താൻ. മൈസൂരിലെ സുൽത്താൻമാരായിരുന്നു ഇവർ 2 പേരും. ദക്ഷിണേന്ത്യയിലെ പ്രബലമായൊരു നാട്ടുരാജ്യമായിരുന്നു മൈസൂർ. ഓക്കെ, അപ്പം മൈസൂർ എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ പ്രബലമായൊരു നാട്ടുരാജ്യമാണ്. ഈ നാട്ടുരാജ്യത്തില് പ്രധാനപ്പെട്ട 2 ഭരണാധികാരികളായിരുന്നു മൈസൂർ സുൽത്താൻമാർ എന്നറിയപ്പെട്ടിരുന്ന ഹൈദർ അലിയും ടിപ്പു സുൽത്താനും. ഇവരുടെ കാലഘട്ടത്തിലാണ് മൈസൂരിനെ ആക്രമിക്കാൻ ഇംഗ്ലീഷുകാർ തീരുമാനിച്ചത്, ബ്രിട്ടീഷുകാർ തീരുമാനിച്ചത്. അതിന് കാരണങ്ങളുണ്ട്. എന്തൊക്കെയാവാം? അതായത് മൈസൂർ എന്ന പ്രദേശം ഏത് സംസ്ഥാനം എന്നറിയാലോ? ഏത് സംസ്ഥാനമാണ്? യെസ്, കർണാടക അല്ലേ?
കേരളത്തിന്റെ അതിര് പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. കേരളത്തിന്റെ വടക്ക് ഭാഗത്തെ പുരാതന കാലത്ത് ഏത് പ്രദേശമെന്നാണ് അറിയപ്പെട്ടിരുന്നത്? നിങ്ങൾ 6ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? യെസ്, മലബാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ അധികാര ശക്തിയായ അല്ലെങ്കിൽ നല്ല ഭരണാധികാരികളായിരുന്ന ഹൈദരുടെയും ടിപ്പുവിന്റെയും ഭരണകാലത്ത് അവരുടെ അധികാരം എങ്ങോട്ടേക്ക് വ്യാപിപ്പിച്ചു? യെസ്, മലബാറിലേക്ക് വ്യാപിപ്പിച്ചു. ഇത് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? ഇംഗ്ലീഷുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തായിരിക്കും കാരണം? ഇംഗ്ലീഷുകാരുടെ കച്ചവടത്തിന് തടസ്സമായി. മനസ്സിലായല്ലോ? ഇതൊരു കഥ പോലെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. എങ്ങനെയാ? മൈസൂറിന് പ്രബല രാജ്യം ഉണ്ടായിരുന്നു. അത് ദക്ഷിണേന്ത്യയിലെ രാജ്യമാണ്. അവിടുത്തെ ഭരണാധികാരികളായിരുന്നു ഹൈദരലിയും ടിപ്പു സുൽത്താനും. അവരുടെ അധികാരം മലബാറിലേക്ക് വ്യാപിപ്പിച്ചു. ഇത് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? ഇംഗ്ലീഷുകാർക്ക്. അതിന് കാരണം എന്തായിരുന്നു? യെസ്, കച്ചവടത്തിന് തടസ്സം നിന്നു. ഇത് ഒരു കാരണം. രണ്ടാമത്തെ മറ്റൊരു കാരണമുണ്ട്. എന്താണ്? അതായത് ഇംഗ്ലീഷുകാരുമായി ശത്രുതയിലായിരുന്ന ഫ്രഞ്ചുകാർ ആരുമായി സൗഹൃദത്തിലായി? മൈസൂർ സാമ്രാജ്യവുമായി സൗഹൃദത്തിലായി. ഈ രണ്ട് കാരണങ്ങളാണ് മൈസൂർ ആക്രമിക്കാൻ ഇംഗ്ലീഷുകാരെ പ്രേരിപ്പിച്ചത്. ക്ലിയർ ആയല്ലോ? അതായത് മൈസൂർ വാസ് എ പവർഫുൾ കിങ്ഡം ഇൻ സൗത്ത് ഇന്ത്യ. മൈസൂർ വാസ് എ പവർഫുൾ കിങ്ഡം ഇൻ സൗത്ത് ഇന്ത്യ. During the time of Hyder Ali and Tipu Sultan, Mysore became a prominent power. During the time of the sultans like Hyder Ali and Tipu, the sultans introduced the policy of trade towards Malabar area. This was not liked by the English. മലബാർ ഏരിയയിലേക്ക് മൈസൂർ സുൽത്താൻമാര് കച്ചവടാധിപത്യം ഒരുക്കിയത് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? യെസ്, ഇംഗ്ലീഷുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആൻഡ് ആൾസോ ദ മൈസൂർ മേക്ക് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഫ്രഞ്ച്. മൈസൂറുമായി ഫ്രഞ്ചുകാർക്കുള്ള സൗഹൃദവും ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? നോട്ട് ലൈക്ഡ് ബൈ ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. സോ ദേ ഡിസൈഡഡ് ടു അറ്റാക്ക് മൈസൂർ. ക്ലിയർ? So these were the reasons for how English East India Company conquered Mysore. Okay, എന്തായിരുന്നു കാരണങ്ങൾ? ശ്രദ്ധിക്കുമല്ലോ. 1, മലബാറിലേക്ക് മൈസൂറിന്റെ ആധിപത്യം വ്യാപിപ്പിച്ചത്. 2, മൈസൂർ സുൽത്താനായിരുന്ന ടിപ്പുവിന്റെയും കാലത്ത് ഇവർ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി സൗഹൃദം സ്ഥാപിച്ചത് ഇംഗ്ലീഷുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ദേ കോൺക്വേർഡ് മൈസൂർ. മനസ്സിലായോ? ചരിത്രത്തിൽ അറിയപ്പെടുന്നത് എന്താണ്? മൈസൂർ യുദ്ധങ്ങൾ എന്ന് അറിയപ്പെടുന്നു. മൈസൂർ വാർസ്, അതായത് ആംഗ്ലോ മൈസൂർ വാർസ്. പ്രധാനമായും 4 ആംഗ്ലോ മൈസൂർ വാറുകളാണ് നടന്നത്. ഇതിൽ 4ാമത്തെ വാർ, 4th ആംഗ്ലോ മൈസൂർ വാർ, ഇതിൽ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുന്നു. അതേ തുടർന്ന് സന്ധിയിൽ ഒപ്പുവെച്ചു. അപ്പൊ ഇക്കാരണങ്ങളാലാണ് ബ്രിട്ടീഷുകാർ ആരെ ആക്രമിച്ചത്? മൈസൂരിനെ ആക്രമിച്ചത്. 4 മൈസൂർ യുദ്ധങ്ങൾ നടന്നു. ഇതിൽ 4ാമത്തെ മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുന്നു. ഓക്കെ, ഇൻ ദ 4th ആംഗ്ലോ മൈസൂർ വാർ, Tipu was killed by the British. He bravely fought against the British and he died in the 4th Anglo-Mysore War. Okay, അപ്പോൾ നമ്മൾ മൈസൂർ യുദ്ധങ്ങളെ കുറിച്ച് പറഞ്ഞു. 4 മൈസൂർ യുദ്ധങ്ങളാണ് പ്രധാനമായി ഉണ്ടായിരുന്നത്. 1ാം മൈസൂർ യുദ്ധം, അങ്ങനെ 4 മൈസൂർ യുദ്ധങ്ങൾ. ഇതിൽ 3ാം മൈസൂർ യുദ്ധമാണ് പ്രധാനം. എന്താ കാരണം? ഈ 3ാം മൈസൂർ യുദ്ധത്തിൽ വെച്ചാണ് 1792 1792 ദ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടം. ശ്രീരംഗപട്ടണം സന്ധി അനുസരിച്ച് ബ്രിട്ടീഷുകാർക്ക് മലബാർ പ്രദേശം വിട്ടുകൊടുത്തു. മനസ്സിലായല്ലോ? ശ്രീരംഗപട്ടണം ട്രീറ്റിയുടെ പ്രത്യേകത എന്താണ്? 1792 ശ്രീരംഗപട്ടണം സന്ധി അനുസരിച്ച് ബ്രിട്ടീഷുകാർ മലബാർ കൈവശപ്പെടുത്തി. ശ്രദ്ധിക്കുമല്ലോ. ശ്രീരംഗപട്ടണം ഉടമ്പടി. മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് 4 യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നു. 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനുമായി ശ്രീരംഗപട്ടണത്ത് വച്ച് ഒപ്പുവെച്ച ഉടമ്പടി അനുസരിച്ചാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. ദ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. ദ ബ്രിട്ടീഷ് ഹാഡ് ടു ഫൈറ്റ് 4 wars ബിഫോർ എസ്റ്റാബ്ലിഷിംഗ് their suzerainty in Mysore. The British annexed Malabar as per the Srirangapatnam Treaty signed between Tipu and the British after the 3rd Anglo-Mysore War. അപ്പോൾ നമ്മൾ പറഞ്ഞു, മൈസൂർ യുദ്ധങ്ങളിലൂടെ 2 പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ ക്യാപ്ചർ ചെയ്തു.
ഏതൊക്കെയാണ്? യെസ്, മലബാർ ആൻഡ് കൂർഗ്. മലബാർ ആൻഡ് കൂർഗ് വാസ് ക്യാപ്ചർഡ് ബൈ ദ ബ്രിട്ടീഷ് ആഫ്റ്റർ ദ മൈസൂർ വാസ്. ഓക്കെ, അപ്പോൾ ഓർമ്മിക്കുമല്ലോ, ഫസ്റ്റില് ഏത് സാമ്രാജ്യമാണ് കീഴടക്കിയത്? ബംഗാൾ. സെക്കൻഡ്, മലബാർ പ്രദേശവും മൈസൂർ റീജിയന്റെ ഭാഗമായ കൂർഗും അവർ ക്യാപ്ചർ ചെയ്തു. അപ്പോൾ ഇംഗ്ലീഷുകാരുടെ അടുത്ത ശ്രദ്ധാകേന്ദ്രം മറാത്തകളായിരുന്നു, മറാത്ത പ്രദേശമായിരുന്നു. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷുകാർ മറാത്ത പ്രദേശം ആക്രമിച്ചത്? നിസ്സാരമായ കാര്യമൊന്നുമല്ല. അതായത് ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സം സൃഷ്ടിച്ചത് കൊണ്ടാണ് മറാത്ത പ്രദേശം ആരാക്രമിച്ചത്? ബ്രിട്ടീഷുകാർ ആക്രമിച്ചത്. ഓക്കെ, മറാത്ത പ്രദേശത്തെ ബ്രിട്ടീഷുകാർ ആക്രമിക്കാനുള്ള പ്രധാന കാരണം ദേ വേർ ദ ഹിൻഡ്രൻസ് ടു കോട്ടൺ ട്രേഡ്. കോട്ടൺ ട്രേഡിന് ഹിൻഡ്രൻസ് ചെയ്തത് ആരായിരുന്നു? മറാത്തകൾ. സോ ദേ കോൺഗേഡ് മറാത്താസ്. Subsequently, they conquered and annexed the regions like Oudh, Sindh and Punjab. തുടർന്ന് അവർ ഏത് പ്രദേശം കീഴടക്കി? പഞ്ചാബും സിന്ധും ഔധും കീഴടക്കി. ഓക്കെ, വി ഹാവ് സീൻ ദാറ്റ് ബ്രിട്ടീഷ് കോൺക്വേർഡ് പ്രിൻസിലി സ്റ്റേറ്റ്സ് ത്രൂ മിലിറ്ററി പവർ, അല്ലേ? മിലിറ്ററി പവർ ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? യെസ്, ഓർമ്മിക്കാമോ? എന്താ അത്? ഒന്നാമതായി ബക്സാർ യുദ്ധം, 1764 ബക്സാർ യുദ്ധം ബ്രിട്ടീഷുകാരുടെ സൈനിക ശക്തിയുടെ വിജയമായിരുന്നു, അല്ലേ? അടുത്ത് വന്നതോ? യെസ്, ഏത് യുദ്ധമാണ്? മൈസൂർ യുദ്ധം. മലബാറും കൂർഗും കീഴടക്കി. തുടർന്ന് മറാത്ത പ്രദേശത്തെ പിടിച്ചെടുത്തു. അതോടൊപ്പം തന്നെ പഞ്ചാബ്, സിന്ധ്, ഔധ് എന്നീ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. ഇതെല്ലാം നാട്ടുരാജ്യങ്ങളായിരുന്നു. ഇതെല്ലാം എങ്ങനെയാണ് പിടിച്ചെടുത്തത്? അതാണ് നേരത്തെ പറഞ്ഞത്. സൈനിക ശക്തി ഉപയോഗിച്ച് പിടിച്ചെടുത്ത പ്രദേശങ്ങളെല്ലാം ആര് കൂട്ടിച്ചേർത്തു? ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. സൈനിക ശക്തി ഉപയോഗിച്ച് ചില രാജ്യങ്ങളെ പിടിച്ചെടുക്കാൻ സാധിച്ചില്ല, നാട്ടുരാജ്യങ്ങളെ പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. അവയെ ബ്രിട്ടീഷ് എംപയറിനോട് ചേർത്തത് മറ്റ് സൂത്രപ്പണി ഉപയോഗിച്ചായിരുന്നു. എന്താണ് ആ സൂത്രം? അതാണ് ലെജിസ്ലേച്ചേഴ്സ്. നിയമനിർമ്മാണങ്ങളിലൂടെയാണ് ബ്രിട്ടീഷുകാർ മറ്റ് പ്രബലമായ നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർത്തത്. അങ്ങനത്തെ പ്രബലമായ രണ്ട് നിയമനിർമ്മാണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്ന സൈനിക സഹായ വ്യവസ്ഥ. എന്താണ്? വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്ന സൈനിക സഹായ വ്യവസ്ഥ. രണ്ടാമത്തത്, ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ദത്താവകാശ നിരോധന നിയമം. ലോർഡ് വെല്ലസ്ലി കൊണ്ടുവന്ന സബ്സിഡറി അലയൻസും ലോർഡ് ഡൽഹൌസി കൊണ്ടുവന്ന ഡോക്ട്രിൻ ഓഫ് ലാപ്സും. മലയാളം മറക്കൂലല്ലോ. സൈനിക സഹായ വ്യവസ്ഥ ലോർഡ് വെല്ലസ്ലി, ദത്താവകാശ നിരോധന നിയമം ലോർഡ് ഡൽഹൌസി. ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ദത്താവകാശ നിരോധന നിയമവും വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്ന സൈനിക സഹായ വ്യവസ്ഥയും എന്തായിരുന്നു? നിയമനിർമ്മാണത്തിലൂടെ നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ തന്ത്രമായിരുന്നു. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയ കുറെ തന്ത്രങ്ങളുണ്ട്. എന്തൊക്കെയായിരുന്നു? ഒന്ന്, സൈനിക ശക്തിയുടെ അടിസ്ഥാനത്തിൽ. രണ്ടാമത്, നിയമനിർമ്മാണത്തിന്റെ അടിസ്ഥാനത്തിൽ. മൂന്നാമത്, സന്ധികൾ. നമ്മൾ നേരത്തെ സന്ധി പഠിച്ചു, അല്ലേ? ഏതാണ്? യെസ്, അറിയാം, ശ്രീരംഗപട്ടണം സന്ധി. ഏത് പ്രദേശമാണ് കീഴടക്കിയത്? യെസ്, മലബാർ റീജിയൻ, അല്ലേ? മലബാർ പ്രദേശമാണ് കീഴടക്കിയത്. അപ്പൊ സൈനിക ശക്തിയിലൂടെയും സൈനിക തന്ത്രങ്ങളിലൂടെയും ഉടമ്പടികളിലൂടെയും അതോടൊപ്പം ഏതിലൂടെ? ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണങ്ങളിലൂടെയും ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർത്തു. അത്തരം രണ്ട് പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങളാണ് വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്ന സൈനിക സഹായ വ്യവസ്ഥയും സബ്സിഡറി അലയൻസും ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ദത്താവകാശ നിരോധന നിയമം അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് ലാപ്സും. ഓക്കെ, എന്താണെന്ന് നോക്കാവോ? എന്താണ് സൈനിക സഹായ വ്യവസ്ഥ? ഇത് കഥ പോലെ നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് ഒരു നാട്ടുരാജ്യം സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചാൽ ആ നാട്ടുരാജ്യത്തെ ആക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര കലാപങ്ങളിൽ നിന്നും ആര് സംരക്ഷിക്കും? യെസ്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സംരക്ഷിക്കും. ഇതാണ് അവരുടെ തന്ത്രം. എന്നാൽ ഈ നാട്ടുരാജ്യത്തിന്റെ ഭരണം വഹിക്കുന്നത് ആരാണ്? ഈ നാട്ടുരാജ്യങ്ങളുടെ ഭരണം നിർവഹിക്കുന്നത് ബ്രിട്ടീഷ് പ്രതിനിധികൾ ആയിരിക്കും. അപ്പോൾ എന്താണ് സൈനിക സഹായ വ്യവസ്ഥ? സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന രാജ്യത്തിന് കമ്പനി സുരക്ഷ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഈ രാജ്യങ്ങളുടെ ഭരണം യഥാർത്ഥത്തിൽ നടത്തിയത് കമ്പനിയുടെ പ്രതിനിധികളായിരുന്നു. സൈനിക സഹായ വ്യവസ്ഥയിൽ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ ഒപ്പുവെച്ചു. Subsidiary alliance. The rulers who signed the subsidiary alliance were assured protection by the company against invasions and internal revolts. However,
The actual administrative power of the states were with the representatives of the company. The princely states like Hyderabad, Tanjavur and Indore entered into the subsidiary alliance. ഇത് ഗുണമാണോ ദോഷമാണോ എന്ന് ആലോചിച്ച് നോക്കി. പറയൂ, ഗുണമാണോ ദോഷമാണോ? യെസ്, ദോഷം തന്നെ. അങ്ങനെ നാട്ടുരാജ്യങ്ങൾ ആര് ലയിപ്പിക്കും? ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ ലയിപ്പിക്കും. മനസ്സിലായോ? അങ്ങനെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാട്ടുരാജ്യങ്ങളായ ഹൈദരാബാദ്, തഞ്ചാവൂർ തുടങ്ങിയ പ്രദേശങ്ങൾ ആര് കീഴടക്കി? ബ്രിട്ടീഷുകാർ അനക്സ് ചെയ്തു. അനക്സ് ചെയ്യുക, കൂട്ടിച്ചേർത്തു. ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ദ റൂളേഴ്സ് ഹു സൈൻഡ് ഇൻ സബ്സിഡറി അലയൻസ് വെയർ ഗിവൺ പ്രൊട്ടക്ഷൻ ബൈ ദ ഇംഗ്ലീഷ് at the time of internal riots or other invasions. അതാണ് സാർ നേരത്തെ പറഞ്ഞത്. വൈദേശിക ആക്രമണങ്ങളിൽ നിന്നോ ആഭ്യന്തര കലാപങ്ങളിൽ നിന്നോ കമ്പനി എന്ത് ചെയ്യും? സംരക്ഷിക്കും. അതേസമയം കമ്പനിയുടെ പ്രതിനിധിയായിരിക്കും, ദ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദി കമ്പനീസ് വെയർ റൂൾഡ് ബൈ ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. അല്ലേ? ഈ നാട്ടുരാജ്യം ആര് ഭരിക്കും? കമ്പനി പ്രതിനിധിയായിരിക്കും ഭരിക്കുന്നത്. അപ്പോൾ മിലിറ്ററി നിയമങ്ങൾ, സൈനിക നടപടികൾ, മറ്റ് സന്ധികൾ, ഇതെല്ലാം ബ്രിട്ടീഷ് അധിനിവേശം എളുപ്പമാക്കി. അല്ലേ? രണ്ടാമത്തെ നിയമം ഏതായിരുന്നു? രണ്ടാമത്തെ ലെജിസ്ലേച്ചർ ഏതായിരുന്നു? യെസ്, ഓർമ്മയുണ്ട്. ഏതാണ്? പറയൂ. ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ദത്താവകാശ നിരോധന നിയമം. അതാരാ കൊണ്ടുവന്നേ? ലോർഡ് ഡൽഹൌസി. ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ദത്താവകാശ നിരോധന നിയമം ബ്രിട്ടീഷ് ഇന്ത്യയോട് പല നാട്ടുരാജ്യങ്ങളെയും കൂട്ടിച്ചേർക്കാൻ ബ്രിട്ടീഷുകാർക്ക് സഹായകമായി. എന്താണ് ഈ നിയമം? അതായത് ഏതെങ്കിലും ഒരു നാട്ടുരാജാവിന് പുരുഷ അനന്തരാവകാശി ഇല്ല എങ്കിൽ ആ നാട്ടുരാജ്യം ക്രമേണ ബ്രിട്ടീഷ് ഇന്ത്യയോട് ലയിക്കണം, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയോട് അവർ കൂട്ടിച്ചേർക്കും. മനസ്സിലായോ? അതാണ് എന്ത് പറയുന്നത്? ദത്താവകാശ നിരോധന നിയമം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, മുൻകാലങ്ങളിൽ ആൺകുട്ടികളില്ല എങ്കിൽ എന്ത് ചെയ്യാം? ഈ നാട്ടുരാജാവിന് ഒരു ആൺകുട്ടി എന്ത് ചെയ്യാം? ദത്തെടുക്കാം. അപ്പൊ ദത്തെടുക്കാനുള്ള അവകാശം നിരോധിച്ചു. ഏതെങ്കിലും രാജാവ് മരിച്ചാൽ പുരുഷ അനന്തരാവകാശി ഇല്ല എങ്കിൽ അത് ക്രമേണ എന്ത് ചെയ്യും? ബ്രിട്ടീഷ് ഇന്ത്യയോട് ലയിക്കും. പക്ഷെ മുൻകാലങ്ങളിലാണെങ്കിലോ ഈ രാജാവിന് ഒരു ആൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തി ആ കുട്ടിക്ക് എന്ത് ചെയ്യാം? രാജ്യാവകാശം നൽകാൻ സാധിക്കും. ഇതാണ് ബ്രിട്ടീഷ് ബുദ്ധിയുടെ പ്രയോഗം എന്ന് പറയുന്നത്. അവർ ഏത് കൂട്ടിച്ചേർത്തു? ബ്രിട്ടീഷ് ഇന്ത്യയോട് ഒരുപാട് നാട്ടുരാജ്യങ്ങൾ കൂട്ടിച്ചേർത്തു. അങ്ങനെ കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യങ്ങളാണ് സറ്റാറ, ഝാൻസി, നാഗ്പൂർ, സംബൽപൂർ തുടങ്ങിയവ. ഏതൊക്കെയാണ്? സറ്റാറ, ഝാൻസി, നാഗ്പൂർ, സംബൽപൂർ എന്നീ പ്രദേശങ്ങൾ അനക്സ് ചെയ്തു. ഏതുമായി അനക്സ് ചെയ്തു? ബ്രിട്ടീഷ് ഇന്ത്യയോട് അനക്സ് ചെയ്തു. ലോർഡ് ഡൽഹൌസി introduced the policy called doctrine of lapse. As per the policy, when a princely states, when a ruler died without a male heir, this princely states automatically annexed by the British Empire. This was one of the policy introduced by the British in India for the expansion of English East India Company. Okay. ദത്താവകാശ നിരോധന നിയമം. പുരുഷ അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജാക്കന്മാർ കുട്ടികളെ ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അവർക്ക് രാജാധികാരം ലഭിച്ചിരുന്നു. ഡൽഹൌസി പ്രഭു നടപ്പാക്കിയ ദത്താവകാശ നിരോധന നിയമം രാജാക്കന്മാരുടെ ഈ അവകാശത്തെ ഇല്ലാതാക്കി. പുരുഷ അനന്തരാവകാശി ഇല്ലാത്ത ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാനും ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. ഈ നിയമത്തിലൂടെ സംബൽപൂർ, സറ്റാറ, ഉദയപൂർ, ഝാൻസി, നാഗ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. Doctrine of lapse. Lord Dalhousie introduced the policy of doctrine of lapse. As per the policy, when the ruler of a princely state died without a male heir, the British could annex the state with British India. The British annexed Sambalpur, Satara, Udaipur, Jhansi and Nagpur through the doctrine of lapse. അപ്പോൾ ദത്താവകാശ നിരോധന നിയമവും വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്ന സൈനിക സഹായ വ്യവസ്ഥയും എന്തിനു വേണ്ടിയായിരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യയുടെ വ്യാപനത്തിന് വേണ്ടി ആയിരുന്നു. 1857 ആയപ്പോഴേക്കും ഇന്ത്യയുടെ ഒട്ടേറെ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് അധീനതയിലായി. ഈ പ്രദേശങ്ങളിൽ അവരെന്ത് ചെയ്തു? ഏകീകൃത ഭരണം നടപ്പാക്കി. അല്ലേ?
1857 ഇന്ത്യയുടെ ഏറെക്കുറെ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് അധീനതയിലാവുകയും ഈ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ ഏകീകൃത ഭരണം നടപ്പാക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്താലോ? എന്തൊക്കെയാണ്? നിങ്ങൾ മോണിറ്ററും ശ്രദ്ധിച്ചേ. അതായത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ അധികാരം എടുക്കാനുള്ള പ്രധാന കാരണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ അധിനിവേശം ഉറപ്പിക്കാനുള്ള പ്രധാന കാരണം ഒന്ന് യുദ്ധങ്ങളാണ്, രണ്ടാമത്തത് നിയമനിർമ്മാണങ്ങളിലൂടെ, അല്ലേ? അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ അധികാരത്തിലെത്തിയത് രണ്ട് വഴിയിലൂടെയാണ്. ഒന്ന് യുദ്ധങ്ങളിലൂടെ, രണ്ടാമത്തത് നിയമനിർമ്മാണങ്ങളിലൂടെ, അല്ലേ? വാറും പിന്നെന്തായിരുന്നു? ലെജിസ്ലേച്ചേഴ്സ്. കമ്പനി അധികാരത്തിലേക്ക് അപ്പോൾ യുദ്ധങ്ങൾ വഴിയും നിയമനിർമ്മാണങ്ങൾ വഴിയുമാണ് കമ്പനി അധികാരത്തിലെത്തിയത്. നമ്മൾ പഠിച്ചു അത്. യുദ്ധങ്ങൾ വഴി ഏതൊക്കെയാണ്? പ്ലാസി, ബക്സാർ. ഏത് പ്രദേശം കീഴടക്കി? ബംഗാൾ. മൈസൂർ യുദ്ധങ്ങൾ വഴി മലബാറും കൂർഗും കീഴടക്കി. മറാത്ത യുദ്ധങ്ങൾ വഴിയോ? മറാത്ത പ്രദേശം പിടിച്ചെടുത്തു. രണ്ടാമത്തെ ഏതാണ്? നിയമനിർമ്മാണങ്ങൾ വഴി. ഏതൊക്കെയാണ് നിയമനിർമ്മാണങ്ങൾ? സൈനിക സഹായ വ്യവസ്ഥയും ദത്താവകാശ നിരോധന നിയമവും. സൈനിക സഹായ വ്യവസ്ഥയിലൂടെ ഹൈദരാബാദും തഞ്ചാവൂരും ഇൻഡോറും പിടിച്ചെടുത്തു. ദത്താവകാശ നിരോധന നിയമത്തിലൂടെ ഝാൻസി, സറ്റാറ, നാഗ്പൂർ തുടങ്ങിയവ പിടിച്ചെടുത്തു. ഇതേ തുടർന്ന് കീഴടക്കിയ പ്രദേശങ്ങളിൽ ഏകീകൃത ഭരണ സംവിധാനം നടപ്പാക്കി. ഇതെല്ലാവരും ഈ ഒരു ഡയഗ്രാം നിങ്ങളുടെ ബുക്കിൽ എന്ത് ചെയ്യണം? വരയ്ക്കണം. മറക്കൂലല്ലോ? Milestones to power. First one war, second one legislation. Through wars, Battle of Plassey and Bexar, they conquered Bengal. Anglo-Mysore wars, they conquered Malabar and Coorg. Last one Maratha wars, they conquered Maratha region. Second one legislations. They were subsidiary alliance and doctrine of lapse. Through subsidiary alliance, they annexed Hyderabad, Tanjavur, Indore, etc. Through doctrine of lapse, they annexed Jhansi, Satara and Nagpur, and also implemented unified administration in the conquered areas. Okay. അപ്പോൾ ഇനി പ്രവർത്തനത്തിലേക്ക് പോയാലോ? സൈനിക സഹായ വ്യവസ്ഥയും ദത്താവകാശ നിരോധന നിയമവും കുറിപ്പ് എഴുതുക. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സബ്സിഡറി അലയൻസ് ആൻഡ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. എല്ലാവരും എഴുതുമല്ലോ? എഴുതി അധ്യാപകരെ കാണിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ.